നമസ്കാരം, വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ PB രാജേഷ്, അസ്ട്രോളജർ ആൻഡ് ജെം കൺസൾട്ടൻറ്റ്. ഈ ആഴ്ച 12 രാശിയിൽ വരുന്നവർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് വരുന്നതെന്ന് നോക്കാം. മേടൻ രാശി, അശ്വതി, ഭരണി, കാർത്തികക്കാൽ. ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ട് പല മാറ്റങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാനോ പുതിയ ബിസിനസ് തുടങ്ങാനോ ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ്. പങ്കാളിയുമായിട്ട് ചെറിയ അഭിപ്രായ ഭിന്നതകളോ തെറ്റിദ്ധാരണകളോ കലഹങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രാർത്ഥനകളും വഴിപാടുകളും എല്ലാം മുടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടവൻ രാശി, കാർത്തിക മുക്കാല്, രോഹിണി, മകേരാര. ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യമുള്ളൊരു ആഴ്ചയാണ്. ഭാഗ്യം കൊണ്ട് തന്നെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. കുടുംബജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും. യാത്രകളും ചെയ്യാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. ഉല്ലാസയാത്രയിലൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരാഴ്ചയാണ് ഇത്. മിഥുനരാശി, മകേരാര, തിരുവാതിര, പുണർത്തം മുക്കാൽ. ഈ രാശിക്കാർക്ക് പല തടസ്സങ്ങളും ഈ ആഴ്ചയുടെ ആരംഭത്തിൽ തന്നെ നേരിടേണ്ടി വരാം. എന്നാൽ 1-2 ദിവസം കഴിയുമ്പോൾ അതെല്ലാം തരണം ചെയ്ത് കാര്യങ്ങൾ അനുകൂലമായിട്ട് മാറുകയും ചെയ്യുന്നതാണ്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ ആഴ്ചയുടെ ആരംഭത്തിലുണ്ടാവുമെങ്കിലും പിന്നീട് അതെല്ലാം പരിഹരിക്കാൻ കഴിയുന്നതാണ്. കർക്കിടക രാശി, പുണർതം കാല്, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് വിദേശത്തു നിന്ന് ചില സന്തോഷ വാർത്തകളൊക്കെ പ്രതീക്ഷിക്കാം. വിദേശ യാത്രക്ക് ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകളൊക്കെ തെളിയുന്നതാണ്. കുടുംബത്തിൽ ശാന്തിയും സമാധാനമൊക്കെ ഉണ്ടാകും. കുടുംബാംഗങ്ങളുമായിട്ട് ഒത്തുകൂടാനും എല്ലാവരും കൂടി ഒന്നിച്ചുള്ളൊരു യാത്രകൾക്കും സാധ്യത കാണുന്നുണ്ട്. ചിങ്ങൻ രാശി, മകം, പൂരം, ഉത്രത്തിൽ കാലം. ഈ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമാണ്. എതിർപ്പുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അതെല്ലാം തരണം ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏറ്റവും അധികം ദൈവാധീനമുള്ള ഒരു കാലം. വ്യാഴം 11-ൽ സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. സാമ്പത്തിക പുരോഗതി നേടാനും കഴിയുന്നതാണ്. കന്നിരാശി, ഉത്രമുക്കാല്, അത്തം, ചിത്തിരാര. ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും. നഷ്ടപ്പെട്ട് എന്ന് കരുതിയിരുന്ന ഒരു വസ്തു തിരിച്ചു കിട്ടാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. നിക്ഷേപങ്ങളിൽ നിന്നെല്ലാം പ്രതീക്ഷിച്ചിരുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. തുലാം രാശി, ചിത്തിരാര, ചോതി, വിശാഖം മുക്കാൽ. ഈ രാശിക്കാർക്ക് പൊതുവെ ഭാഗ്യമുള്ളൊരു സമയമാണ്. എതിരാളികളിൽ നിന്ന് പോലും നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. എതിരാളികളെ വശത്താക്കാനും എല്ലാം യോഗമുള്ളൊരു കാലമാണ്. പല കാര്യങ്ങളും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നതാണ്. വൃശ്ചികരാശി, വിശാഖം കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷമൊക്കെ നിലനിൽക്കുന്ന ഒരു സമയമാണ്. യാത്രകൾ ചെയ്യാനുള്ള യോഗം കാണുന്നുണ്ട്. ദീർഘകാലമായിട്ട് കാത്തിരുന്ന ഒരു സന്തോഷ വാർത്ത കേൾക്കാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. വിദേശത്ത് നിന്ന് ചില അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശ യാത്രക്കുള്ള സാധ്യതകളും ഈ ആഴ്ച കൂടുതലാണ്. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാൽ. ഈ രാശിക്കാർക്ക് ദൈവാധീനമുള്ള ഒരു സമയമാണെങ്കിലും കണ്ടകശനി നടക്കുന്നതുകൊണ്ട് കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ദീർഘയാത്രകളൊക്കെ അല്ലെങ്കിൽ സ്ഥലം മാറ്റം ലഭിക്കുകയാണെങ്കിൽ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഈ ആഴ്ച കൂടുതൽ നല്ലത്. മകരരാശി, ഉത്രാടം മുക്കാല്, തിരുവോണം, അവിട്ടം വര. ഈ രാശിക്കാർക്ക് പൊതുവെ ദൈവാധീനം കുറഞ്ഞ ഒരു കാലമാണ്. അതുകൊണ്ട് പ്രാർത്ഥനകളും വഴിപാടുകളെല്ലാം മുടങ്ങാതെ നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും. പക്ഷേ പുതിയ ചുമതലകളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടുകൂടി ചെയ്തു തീർക്കാൻ സാധിക്കും. പങ്കാളിയിൽ നിന്ന് നേട്ടങ്ങളുണ്ടാകും. പൂർവിക സ്വത്തൊക്കെ നിയമപരമായിട്ട് കയ്യിൽ വന്നു ചേരാനൊക്കെ യോഗമുള്ള വാരമാണ് ഇത്. കുംഭരാശി, അവിട്ടാര, ചതയം, പൂരാതി മുക്കാൽ. ഈ രാശിക്കാർക്ക് ദൈവാധീനമുള്ള സമയമാണ്. പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ നടക്കുമെങ്കിലും വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ താല്പര്യം കുറയാനും പരീക്ഷയിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കാൻ സാധ്യത കുറവുള്ള ഒരു സമയമാണ്. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുകയും ചെയ്യും. മീനരാശി, പൂരാതികാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷമൊക്കെ നിലനിൽക്കുന്നൊരു വാരമാണ്. സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും. ഉദ്ദേശിച്ചിരുന്ന പോലെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വാരമാണ് ഇത്.